ജേഷ ഇപ്പൊ വല്ല അടിക്കും. എല്ലാം ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ 1.5 മണിക്കൂർ സ്റ്റക്കാ. പറഞ്ഞേക്കാം. ക്ലാസ്സിലാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കോടോ. നീ എന്താ ധരിച്ചിരിക്കണേ? എടാ ഇത് നമ്മടെ കോളേജാ. നമ്മള് 4 കൊല്ലം കിടന്ന് വിലസിയ സ്ഥലാ. ഇപ്പൊ ഇവിടെ പ്രിൻസിപ്പളായിട്ടിരിക്കുന്ന വിദ്വാൻ ആദ്യം മദ്യം തൊടണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അറിയോ? അന്ന് മൂപ്പര് പ്രൊഫസറാ. ചെല്ല് ആമ്പിള്ളാരെ സൂക്ഷിച്ചോണ്ടാ മതി. എന്താ ആമ്പിള്ളാര്? ഞാൻ കുട്ടിയെ നോക്കിയാ വന്നത്. നീ വരൂ. വരൂന്നേ. അതെ, കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. എന്താ ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടച്ചാ ഇപ്പഴാ പറയണം. എന്തിനാ ഇപ്പൊ വെറുതെ മനസ്സിനൊരു സ്വൈരക്കേട്? എത്ര ദിവസമായി ഈ സ്വൈരക്കേട് തുടങ്ങിയിട്ട്? എന്നെ കണ്ട അന്ന് മുതൽ. എന്നാ അതങ്ങ് മാറ്റിയായിരിക്കും നല്ലത്. അതെ, സീരിയസ് ആയിട്ട് തന്നെയാണ്. ഉടനെ ഒരു മറുപടി കിട്ടാൻ വേണ്ടിട്ടല്ല, പറയാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ക്രാഷ് ലാൻഡ് ചെയ്ത്. നിങ്ങൾ ഇതെന്താ കാലത്ത് കോളേജിൽ വന്ന് കയറിയിട്ട്? ഇതിപ്പോ കിടന്നിട്ടൊരു സീൻ സൃഷ്ടിക്കാനല്ല. മറുപടി എന്നോടായിട്ട് പറയാൻ വേണ്ട. മാലിനി ചേച്ചിയോ രഞ്ജിനിയോ ആരെങ്കിലും ചോദിക്കും, അവരോട് മറുപടി പറഞ്ഞാൽ മതി. അതുവരെ ഈ സ്വൈരക്കേട് അങ്ങനെ തന്നെ നിന്നോട്ടെ. അതെനിക്കിഷ്ടാ. മാലിനി ചേച്ചിയോട് രഞ്ജിനി ചേച്ചിയോടൊക്കെ എനിക്കൊന്നും പറയാനില്ല. ഇപ്പോഴേ അങ്ങ് പറഞ്ഞേക്കാം, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങളെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കണ്ടപ്പോ കേട്ടതിനേക്കാൾ കഷ്ടമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. എന്തെങ്കിലും ഒരു സ്വൈരക്കേട് വേണമെന്നല്ലേ ഉള്ളൂ. എന്നെ ഒഴിവാക്കിയേക്കൂ പ്ലീസ്. എക്സ്ക്യൂസ് മീ. കൈകാര്യം ചെയ്യാം. അറിയുന്ന ആളാണോ? അതെ, കാലത്ത് പോരുമ്പോ രാധയ്ക്കൊരു മൂലക്കുരുന്റെ അസ്ഥിത ഉണ്ടായിരുന്നേ. മൂലക്കുരല്ലേ? നിങ്ങളൊക്കെ എന്താ പറയാ? പൈൽസ്. പൈൽസ് അത് തന്നെ. അതെങ്ങനെയെന്ന് അറിയാൻ വേണ്ടിട്ട് അവളുടെ അമ്മ എന്നെ പറഞ്ഞു വിട്ടത്. ഞാൻ ആ കാര്യം ചോദിച്ചതും അതാ പൊട്ടി. അതിന്റെ ഒരു ചൂടാ. സാരമില്ലേ കുട്ടിയെ, ഒരിത്തിരി നേരം കൂടെ വേനിക്കും. കാര്യാക്കാനല്ല. നീ ആ ക്ലാസ്സിൽ പോയിരുന്നേ? കണ്ടോ? ഇല്ല, കാണാൻ പറ്റില്ല. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ. അപ്പൊ നമ്മളിനി പോകുന്നു. പോയിട്ട് ഓരോ നാരങ്ങ വെള്ളം കാച്ചിയാലോ? നാരങ്ങ വെള്ളം ഇന്നിപ്പോ ഈ നേരത്ത്? അപ്പോ അങ്ങനെയുണ്ടായത്? ഇനി അവളത് വീട്ടിൽ പറഞ്ഞ് സംഭവം നാട്ടിലെത്തും. ഇഷ്ട നാട്ടിലെത്തിയ എനിക്കൊരു ചുക്കുമില്ല. അതിന്റെ അല്ല, ഞാൻ എന്ത് ചങ്കുവെന്ന് ആലോചിക്കണേ. ഇത്രയും കാലം ഇങ്ങനെ പിടിച്ചിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ?
എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവൾക്ക് ഇഷ്ടമല്ലാത്രേ. വേണ്ട, എനിക്കിഷ്ട. അവളെ മാത്രമല്ല, കാണാൻ കൊള്ളാവുന്ന എല്ലാ പെമ്പിള്ളാരെയും നീ കണ്ടോ എന്റെ കളി മാറുന്നത്? താനത് കഴിച്ചിട്ടൊന്ന് വേഗം നാട് പിടിക്കേണ്ട ഇഷ്ടാ. നിന്നാ കുഴപ്പമാ. ഇപ്പൊ ബസ്സുണ്ട്, അതല്ല വേണ വെച്ചാ ഞാൻ സ്കൂട്ടർ കൊണ്ടുവിടാം. ഏതായാലും താനിന്നിപ്പോ ഈ ഒരു മൂഡിൽ ഇവിടെ ടൗണിൽ നിൽക്കാൻ നോക്കണ്ട. വേണ്ട, ആ ഇരിക്കു തങ്ങളെ. തങ്ങൾ എങ്ങനെ അറിഞ്ഞു ഞാനിവിടെ ഇരിപ്പുണ്ടെന്ന്? അതാണോ? നേര് പറഞ്ഞാൽ ഞാൻ ഇന്നോ നാളെയോ മാഷ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാണേണ്ട കാര്യമുണ്ട്. ഒന്നുമില്ല, ഒരു പേഴ്സണൽ സംഗതി സംസാരിക്കാനായിട്ട്. അപ്പൊ എന്നാ നിങ്ങളത് സംസാരിക്കേ. എനിക്ക് കടയിൽ ചെന്നിട്ട് അത്യാവശ്യമുണ്ട്. എന്റെ പൊന്നിഷ്ട, ദൈവത്തെ വിചാരിച്ച് പുതിയൊരു സെഷൻ തുടങ്ങി വെച്ചാലല്ലേ. തങ്ങളെ മൂപ്പരൊരു തുള്ളിയോടെ സമ്മതിക്കരുത് കേട്ടോ. ഒന്നാമതെ കുറച്ച് അപ്സെറ്റ് ആയിരിക്കാം. ആണോ? ഇവൻ വെറുതെ വരട്ടെ. എന്താ തങ്ങൾക്ക് ഇത്ര പേഴ്സണലായിട്ട്? അതൊരു ചെറിയ സഹായം. സഹായോ? തങ്ങൾക്കോ? ഞാനോ? എന്തായി പറയണേ? അതൊക്കെ ഉണ്ട്. എനിക്ക് നമുക്കൊരു ബിയർ പിടിപ്പിച്ചുകൊണ്ട് സംസാരിക്കാം. വേണ്ട, ഇപ്പൊ മേളത്തിനിടെ സംസാരിക്കേണ്ട വിഷയമല്ല. അതുകൊണ്ടാ ഞാനങ്ങ് മാഷയുടെ വീട്ടിലേക്ക് വന്നിട്ടായാലും ചർച്ച ചെയ്തല്ല ഞാൻ തീരുമാനിച്ചത്. എന്താ തങ്ങളെ ഇത്ര ഗൗരവമായിട്ടൊരു കാര്യം? ഇത് ഒരു പുതിയ കക്ഷി ഇറക്കിക്കൊണ്ടുവരുന്ന കാര്യമാണ്. ഉമ്മക്ക് ഇവിടെ സ്ഥിര ഇടമുണ്ട്, അവിടെ പോലും സംസാരിക്കാമല്ലോ. ഇവിടേക്ക് ഇരിക്കുമ്പോ വേണ്ടാത്ത ചിന്തയെല്ലാം ഉണ്ടാവും. പിന്നെ ആകെ പൊല്ലാപ്പാകും, കാര്യമൊട്ട് നടക്കൂല. വാ. ഇതന്നെയാന്നാ തോന്നുന്നത്. വായിച്ചു നോക്കി. ക്ലാര. അതന്നെ. ക്ലാര? ആരാ തങ്ങളെ ക്ലാര? ഫീൽഡിലുള്ള പാർട്ടീസ് വല്ലതാണോ? എനിക്ക് ഞാൻ മാഷെ ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ഇവക്ക് എന്റെ സെറ്റപ്പിലൂടെ ഈ ഫീൽഡ് ഒന്ന് ഇറങ്ങണമെന്നുണ്ട്. എന്തിന്? ജീവിക്കാൻ വേണ്ടിട്ട് തന്നെ, അല്ലാതെ പിന്നെന്തിന്? അവളെ ചുമതലയോടെ ഇറക്കിക്കൊണ്ടുപോരുന്ന കാര്യം ഞാൻ ഏറ്റിട്ട് പോന്നിരിക്കുക. അതിനുള്ളൊരു പദ്ധതി ഞാനും അവളുടെ രണ്ടാനമ്മയും കൂടി സംസാരിച്ചിട്ടുമുണ്ട്. അതിനാ ഈ അഡ്രസ്. ഈ അഡ്രസ് വെച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു കത്തെഴുതുന്നു. ഇവിടെ അടുത്തുള്ള ഒരു കന്യാസ്ത്രീ മഠത്തിന്റെ മദർ സുപ്പീരിയറിന്റെ വകയായിട്ടൊരു കത്ത്. ആര്? ഞാൻ എഴുതുന്ന? എനിക്ക് ഈ എഴുത്തും വായന അറിയാത്തോണ്ടല്ലേ മാഷെ ബുദ്ധിമുട്ടിക്കണേ. അപ്പോ മദർ സുപ്പീരിയർ എന്താ എഴുതേണ്ടത്? അതൊക്കെ പറയാം. അതിനു മുമ്പായിട്ട് ഇവളാര്, ഇവക്കാര് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാഷും കൂടെ അറിഞ്ഞിരിക്കണം. വേണം. തങ്ങൾ എവിടെ വെച്ച് മുട്ടി ഈ കക്ഷിയെ? ശരിക്ക് പറഞ്ഞാൽ കാണുന്ന ഏതാണ്ട് ഒരു കൊല്ലം മുമ്പാ ഈ ടൗണിൽ വെച്ച് തന്നെ. എക്സ്കർഷന് വന്ന ഏതോ പിള്ളേർ ഗ്രൂപ്പിന്റെ ഇടയിൽ വെച്ച്. അന്നേ ഞാൻ ഈ കൊച്ചിനെ ശ്രദ്ധിച്ചതാ. പിന്നെ കഴിഞ്ഞ ആഴ്ച അത് വശാ കണ്ടതാ. നമ്മുടെ ഈ ലോകം ചുറ്റലിനിടയിൽ ഒരു ബോട്ടി വെച്ച്. ഞാനൊരു പൊടി വയസ്സനായതുകൊണ്ട് കുശലം ചോദിച്ചാലും ആർക്കും ഒന്നും തോന്നുകയല്ലോ. അങ്ങനെ കയറി മുട്ടിയിട്ട് തള്ളയില്ല, ചത്തുപോയി. തന്തയുണ്ട്. പഠിപ്പ്? പ്രീ ഡിഗ്രി പഠിച്ച് തോറ്റു നിൽക്കുക. തന്ത ഭയങ്കര വെള്ളമാ, ആൽക്കഹോളിക്കാ. അപ്പോ അതിൻ്റെതായ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് വീട്ടില്. രണ്ടാം തള്ളയുണ്ട്. അവരുടെ പിള്ളേരേ ഉള്ളൂ നമ്മുടെ പെണ്ണിന് കൂടപ്പിറപ്പുകളായിട്ട്. തങ്ങൾ അവരുടെ വീട്ടിൽ പോയിരുന്നു. രണ്ടാനമ്മയായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. എന്നിട്ട് അവരെപ്പോ എന്നെപ്പോലെ ഒരാളെ പ്രതീക്ഷിച്ചിരുന്ന പോലെയാ. കുറെ കാലം കൊണ്ട് ആലോചിച്ച് ക്ലാരയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ അവരൊരു പദ്ധതി പോലും കണ്ടുപിടിച്ചു വച്ചിരിക്കുന്നു. കൊച്ചിനെ മടത്തി ചേർക്കുക. അതിന് തന്തയുടെ ആശീർവാദം വാങ്ങിച്ചു കഴിഞ്ഞു. അങ്ങോരെയും അങ്ങേര് വഴി മരിച്ചുപോയ തള്ളയുടെ ഒരു സഹോദരനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കത്ത്. മടത്തി എന്നുള്ള കത്ത്. അത് കിട്ടി അവൾക്ക് പുറത്തിയാടാം. കുറെ കാലത്തേക്ക് പിന്നെ അങ്ങോട്ട് പോകണ്ട. അത് അയപ്പിക്കാമെന്ന് ഏറ്റിട്ട് പോന്നിരിക്കുക ഞാൻ. ഈ മദർ സുപ്പീരിയർ എഴുതുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ തങ്ങളെ. അതൊക്കെ ഒരു ചടങ്ങല്ലേ. അങ്ങ് എഴുതിയാ മതി, ഒത്തു വന്നോളും. അങ്ങനെയാണെങ്കിൽ തന്നെ അവരുടെ ലെറ്റർ ഹെഡും ഒക്കെ വേണ്ടേ? അതിനാണോ പാട്? ഒന്നും ഒത്തില്ലെങ്കിൽ ഒന്നങ്ങ് അച്ചടിപ്പിച്ചാ പോരെ. അതൊക്കെയായിട്ട് ഞാൻ കാലത്തങ്ങ് വീട്ടിൽ വരാം. മാഷ് പോയിരുന്ന് കത്തൊരെണ്ണം കാര്യമായിട്ട് കാച്ചിയരെ. മറ്റേ ചെക്കൻ പറഞ്ഞ പോലെ ഇനി ഇവിടെ നിന്ന് നാരങ്ങാ വെള്ളം കുടിക്കാതെ സ്ഥലം വിട. വേണേ ഞാൻ തന്നെ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ബസ് കയറ്റി വിടാം. വാ.